മുണ്ടക്കലെ ചോറ് തിന്ന ആളായതുകൊണ്ട് പറയുന്നതല്ല. മുണ്ടക്കലെ കുഞ്ഞീഷൻ നമ്പ്യാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടിന് മുട്ടിടി. ആയരെ ആ കരയിലാരാന്ന് നോക്കി. ആരാണോ? നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരത്, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ത്, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നീ ഇവിടെയൊക്കെ ഉണ്ടല്ലേടാ? അതെടാ പട്ടി. എന്ത് പറഞ്ഞാ? പട്ടി കേട്ടില്ലേ? വേണ്ട. എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല. നീലകണ്ഠ, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട. തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്. ബാക്കി നമുക്ക് അന്ന് പറയാം. എടോ, മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക്? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റിക്കളയൊന്നാവില്ല. ഒന്നാളെ ഞാൻ പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി. നിന്റെ വാപ്പ അന്തർവാപ്പള ഈ പഠിപ്പുരക്ക് ഇപ്പുറം കാലുകുത്തിയിട്ടില്ല. പേടി എന്നെ നീലകണ്ഠ, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ. എന്തായാലും ഉപയോഗിച്ച പ്രയോഗം ഫ്യൂഡൽ തെമ്മാടി. കൊള്ളാം. തീർക്കാൻ കണക്കുകൾ ബാക്കി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇങ്ങനെ ആയിരുന്നുവെങ്കില് തളർന്നു പോയി കയ്യിൽ ഒരു കത്തി കെട്ടി വെച്ച് ഞാൻ വന്നനെ. മുണ്ടക്കിടെ വാതിൽ ചവിട്ടി തുറന്ന് നിന്നെ വിളിപ്പിച്ചത് സത്യം. അതെ, സത്യം. നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? ഞാൻ പിഴച്ചുപെറ്റ എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. എന്നിട്ടൊരച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ ഒന്ന് സഹായിക്കണം. ഈ ജന്മം ഉപേക്ഷിക്കാൻ എനിക്ക് ജീവിക്കണം, സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് തടസ്സമാക്കാൻ ഇനി നിന്റെ കൈകൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനിത് എടുക്കുക.